ഹെയറിൽ മേക്ക് ഓവർ ചെയ്തതുകൊണ്ട് തന്നെ മുടി കെട്ടിവെക്കാനോ മുടി നനയ്ക്കാനോ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. 3 days ഇങ്ങനെ തന്നെ തൂക്കിയിടണമെന്നായിരുന്നു ഓർഡർ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് പാളയം മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഈ വീഡിയോ ഓണത്തിന് മുൻപ് എടുക്കുന്നതാണെങ്കിലും സമയപരിമിതി കാരണം മേ ബി ഇത് ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടി പൂക്കൾ മേടിക്കാനായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഓണത്തലേന്ന് നമ്മൾ പൂക്കൾ മേടിക്കാൻ പോകാറുള്ളത് പാളയം മാർക്കറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് തരത്തിലുള്ള പൂക്കൾ നമുക്കവിടെ കാണാനും സാധിക്കും, മേടിക്കാനും സാധിക്കും. വില കൂടിയതും വില കുറഞ്ഞതും പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വിലയിൽ കൊണ്ടുവരെ എത്തിച്ച് തന്നെ നമുക്ക് പൂക്കൾ മേടിക്കാനായിട്ട് സാധിക്കും ചെയ്യാറുണ്ട്. പിന്നെ കൂടെ ഉണ്ണിയേട്ടനുണ്ടെങ്കിൽ എന്ത് പോസിബിളാണ്. ഇതെൻ്റെ പ്രഹസനമല്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇടണം എന്നുള്ളതായിരുന്നു ഓർഡർ. ഇപ്പം നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോകാം എന്നുള്ളതായിരുന്നു പ്ലാന്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പൂക്കൾ. എന്ത് ഭംഗിയായിരുന്നു പൂക്കളൊക്കെ കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ പൂക്കളൊക്കെ നമ്മൾ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉറങ്ങാത്ത ആൾക്കാരും ഉറങ്ങാത്തൊരു സ്ട്രീറ്റും, അതാണ് പാളയം മാർക്കറ്റ്. എത്ര പൂക്കൾ മേടിച്ചാലും ഇനിയും മേടിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു കേട്ടോ അവിടുത്തെ മാർക്കറ്റിംഗ്. അങ്ങനെ കുറച്ച് മുല്ലപ്പൂ കൂടെ എക്സ്ട്രാ മേടിച്ച് നമ്മൾ പുറത്തിറങ്ങിയായിരുന്നു. അങ്ങനെ ലൈറ്റായിട്ട് ഓരോന്നൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. രാത്രി ഇപ്പോൾ ഒരു 11:30-12 മണിയെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം ടാറ്റാ ബൈ ബൈ.